കളമശ്ശേരിക്കടുത്ത് കുഴുവേലിപ്പടിയിൽ 3 സെന്റിൽ 3 ബെഡ്റൂമുകളുള്ള അതിമനോഹരമായ ഒരു വീടിന്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. മീറ്റർ ഇന്റേണൽ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വീട് വരുന്നത്. 3.9 മീറ്റർ ആണ് ഇവിടെ ഗേറ്റിന്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഫോൾഡിങ്ങും സ്ലൈഡിങ്ങും ഗേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റിന്റെ ഈ ഭാഗത്തായിട്ട് റോഡിൽ ഗസ്റ്റ് പാർക്കിങ്ങിനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് പതിച്ച ഒരു മുറ്റത്തേക്കാണ്. ഇവിടെയായിട്ടാണ് കവേർഡ് കാർ പാർക്കിംഗ് വരുന്നത്. 16.2 അടി നീളവും 8 അടി വീതിയുമാണ് ഈ കവേർഡ് കാർ പാർക്കിങ്ങിനുള്ളത്. കിഴക്ക് ദർശനമായി വരുന്ന ഈ വീടിന്റെ കിഴക്ക് ഭാഗത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഏകദേശം 9 അടിയോളമാണ് ഇവിടുത്തെ വീതി വരുന്നത്. ഇവിടെയായിട്ടാണ് കിണർ നൽകിയിരിക്കുന്നത്. നമ്മളിപ്പോൾ വീടിന്റെ തെക്ക് ഭാഗത്താണുള്ളത്. 4.3 അടിയാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഇവിടെ മെറ്റൽസ് വിരിച്ച് ഭംഗിയായി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ വീടിന്റെ പടിഞ്ഞാറ് ഭാഗത്താണുള്ളത്. ഇവിടെ അത്യാവശ്യം സെറ്റ് ബാക്ക് നൽകിയിട്ടുണ്ട്. മെറ്റൽസ് ആണ് ഇവിടെയും വിരിച്ചിരിക്കുന്നത്. ഇവിടെയായിട്ടൊരു അലക്കുകല്ല് നൽകിയിരിക്കുന്നു. വീടിന്റെ വടക്ക് ഭാഗത്തും അത്യാവശ്യം സെറ്റ് ബാക്ക് ഇട്ട് മെറ്റൽ വിരിച്ചാണ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ വീടിന്റെ സിറ്റ് ഔട്ടിലാണുള്ളത്. ഗ്രാനൈറ്റിലാണ് സിറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. 5.4 അടി നീളവും 3.6 അടി വീതിയുമാണ് ഈ സിറ്റ് ഔട്ടിലുള്ളത്. കിഴക്ക് ദർശനമായി വരുന്ന ഈ വീടിന്റെ മെയിൻ ഡോറും കിഴക്ക് ദർശനമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. മഹാഗണിയിൽ ഒറ്റ പാളിയായിട്ടാണ് ഈ മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. നമ്മളിനി ഈ വീടിന്റെ ലിവിംഗ് സ്പേസിലേക്കാണ് വരുന്നത്. 12.2 അടി നീളവും 9.2 അടി വീതിയുമുള്ള ഒരു ലിവിംഗ് സ്പേസ് ആണ്. ഇവിടെയായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് തന്നെയാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ലിവിങ്ങിനെയും ഡൈനിങ്ങിനെയും സെപ്പറേറ്റ് ചെയ്യാൻ ഇവിടെയായിട്ട് മൾട്ടിവുഡിൽ ചെയ്ത ഒരു വർക്ക് കാണാം. ഇനി നമുക്ക് ഡൈനിങ് സ്പേസിലേക്ക് പോകാം. 11.2 അടി നീളവും 9.3 അടി വീതിയുമാണ് ഈ ഡൈനിങ് സ്പേസിനുള്ളത്. ഇവിടെയായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സെറയുടെ ഫിറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയറിന്റെ ഈ ഭാഗത്തായിട്ട് ഇൻവെർട്ടറിനുള്ള പോയിന്റും നൽകിയിരിക്കുന്നു. കിച്ചണിലേക്ക് പോകാം. കിച്ചണിന്റെ എൻട്രൻസ് ഭാഗത്തായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും ഇവിടെയായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. ഇതിന്റെ ബാക്കിലും ഒരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറിലാണ് ഈ കിച്ചൺ വരുന്നത്. 10 അടി നീളവും 6.9 അടി വീതിയുമാണ് ഈ കിച്ചണിനുള്ളത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ട് 10 അടി നീളമുള്ള ഒരു ചെറിയ വർക്ക് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ വീടിന്റെ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ബെഡ്റൂം വരുന്നത്. 12.2 അടി നീളവും 9.2 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിനുള്ളത്. ഇവിടെയായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്.
നമുക്കിനി മുകളിലത്തെ നിലയിലേക്ക് പോകാം. സ്റ്റെപ്പ് ഗ്രാനൈറ്റും ടൈലും യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ വുഡും എസ്എസും യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കയറി നമ്മൾ വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. ഏകദേശം 11 അടിയിലേറെ നീളവും 5 അടിയിലേറെ വീതിയുമാണ് ഈ സ്പേസിലുള്ളത്. ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഇവിടെ വരുമ്പോൾ 5 അടി വീതിയും 16 അടി നീളവുമുള്ള ഒരു സ്പേസ് കൂടി നമുക്ക് കിട്ടുന്നതാണ്. ഈ സ്പേസിൻ്റെ ഈ കോർണറിലായിട്ട് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നു. ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള ഓപ്പൺ ടെറസിലെ സ്റ്റെയർ നൽകിയിരിക്കുന്നത്. നമ്മൾ ഈ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിൽ തന്നെയാണ് ഈ ബെഡ്റൂം ഉള്ളത്. 12.2 അടി നീളവും 9.2 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിനുള്ളത്. ഇവിടെയായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇനി നമ്മൾ ഈ വീടിന്റെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. ഏകദേശം 11 അടിയോളം നീളവും 10 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിനുള്ളത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് വാൾഡ്രോബ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ ബാൽക്കണി വരുന്നത്. ഏകദേശം 2 അടിയിലേറെ വീതിയുള്ള ഒരു ബാൽക്കണിയാണിത്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ ഓപ്പൺ ബാൽക്കണി വരുന്നത്. ഈ ഭാഗം നിങ്ങൾക്ക് ഗാർഡനിങ്ങിന് വേണ്ടിയോ ഊഞ്ഞാൽ സെറ്റ് ചെയ്യാനോ യൂസ് ചെയ്യാവുന്നതാണ്. ബസ് സ്റ്റോപ്പിലേക്ക് 1 കിലോമീറ്റർ, വിദ്യോദയ സ്കൂളിലേക്ക് 2 കിലോമീറ്റർ, കുസാറ്റിലേക്ക് 6 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 6 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 8 കിലോമീറ്റർ, ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 8 കിലോമീറ്റർ, സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് 5 കിലോമീറ്റർ. ഇതാണ് ഈ വീട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. 3 സെന്റിൽ 1300 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളുള്ള ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 65 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിൾ ആണ്. ഈ വീടിന് ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. ഇതുപോലെയുള്ള മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.